ബസ് യാത്രയ്ക്കിടെ അപസ്മാരമുണ്ടായ യാത്രക്കാരിക്ക് രക്ഷകരായി KSRTC ജീവനക്കാർ. പത്തനാപുരത്ത് നിന്നും സുൽത്താൻ ബത്തേരിക്ക് പോവുകയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ വച്ചാണ് കോന്നി സ്വദേശിനിക്ക് അപസ്മാരമുണ്ടായത്. അബോധാവസ്ഥയിലായ യുവതിയുടെ തല ബസിന്റെ ജനാലയുടെ ഇരുമ്പ് പാളിയിൽ ഇടിക്കുകയും മുറിവേൽക്കുകയും ചെയ്തു. ഉടനെ ബസ് ആശുപത്രിയിലെത്തിച്ച് ജീവനക്കാർ സുരക്ഷ ഉറപ്പാക്കുകയായിരുന്നു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബുവാണ് ചേരുന്നത്. ശ്രീരാജ്, എപ്പോഴായിരുന്നു ഈ സംഭവം? ഏതായാലും ബസ് ജീവനക്കാരുടെ ഒരു സമയോചിതമായ ഇടപെടൽ അവിടെ ഉണ്ടായി എന്ന് മനസ്സിലാക്കാമല്ലേ? തീർച്ചയായും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ബസ് ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടലിലൂടെയാണ് ആ യുവതിയുടെ ജീവൻ രക്ഷിക്കാനായത്. മനക്കച്ചിറ ഭാഗത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ, തിരുവല്ലയിലെ മനക്കച്ചിറ ഭാഗത്തെത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ കോന്നി സ്വദേശിയായ നീനുവിന് ഇത്തരത്തിൽ അപസ്മാരമുണ്ടാവുകയും അപസ്മാരമുണ്ടായി വീഴുന്നതിനിടെ തല ജനലിലിടിച്ച് മുറിവേൽക്കുകയും ചെയ്തത്. ഉടൻ തന്നെ ബസ് ജീവനക്കാർ മറ്റ് യാത്രക്കാരുടെ സമ്മതത്തോടു കൂടി തന്നെ തൊട്ടടുത്തുള്ള തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. മനക്കച്ചിറ ഭാഗത്തു നിന്നും മറ്റ് സ്റ്റോപ്പുകളിൽ നിന്നും നിർത്താതെ വളരെ വേഗം ഈ ബസ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ ഈ നീനുവിനെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഡ്രൈവറായ സുരേഷ് കുമാർ, അതുപോലെ തന്നെ കണ്ടക്ടർ രജീഷ് എന്നിവർ ചേർന്നാണ് ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. അപസ്മാരത്തെ തുടർന്നായിരുന്നു ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും തുടർന്ന് ഈ ജനലിൽ തല അടിച്ച് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ലക്ഷ്മി. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് പത്തനംതിട്ടയിൽ നിന്ന്.